രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ അധ്യായത്തിനാണ് നെഹ്റു കുടുംബാംഗമായ പ്രിയങ്ക ഗാന്ധി തുടക്കമിട്ടിരിക്കുന്നത്. സംഘടനാപരമായി വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് പാർലമെന്റിലെ പ്രിയങ്കയുടെ സാന്നിധ്യം. വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MP എന്നാണ് പ്രിയങ്കയെ BJP പരിഹസിച്ചത്. അസഹിഷ്ണുതയാണ് ഈ വെളിവായതെന്ന് കോൺഗ്രസ് മറുപടി നൽകി. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ താൽപര്യം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വയനാടിനെ പ്രതിനിധീകരിക്കാൻ പ്രിയങ്ക ഗാന്ധി നിർബന്ധിതയായി. ദക്ഷിണേന്ത്യയിലെ സാന്നിധ്യം ശക്തമായി തന്നെ നിലനിർത്താൻ കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. പ്രിയങ്ക വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് MP ആണെന്ന് BJP പരിഹസിച്ചു. പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങളുടെ ചുമതലക്കാരൻ അമിത് മാളവിയ എക്സിലൂടെയാണ് പ്രിയങ്കയെ വിമർശിച്ചത്. വയനാട്ടിലെ ജനങ്ങളെ കേരളത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പ്രസ്താവനയും കേരളം വലിയ ടാർഗറ്റായി നടക്കുന്നവരാണല്ലോ BJP. അവർ കേരളത്തെ തന്നെ അപമാനിക്കുകയല്ലേ. പ്രതിപക്ഷ നിലയിൽ രാഹുലിനൊപ്പം പ്രിയങ്ക ചേരുമ്പോൾ കോൺഗ്രസിനത് വലിയ ഊർജം പകരും. ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരിയായി ഉയരുന്ന പ്രകടനം പാർലമെന്റിൽ പ്രിയങ്കയിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതീക്ഷിക്കുന്നു. BJPയുടെ ശക്തമായ വനിതാ നിരയെ സംവാദങ്ങളിൽ തളയ്ക്കാൻ ഇനി പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തിയാകും കോൺഗ്രസ് തന്ത്രങ്ങൾ. പ്രൗഢകാലത്ത് ഇന്ത്യയെന്നാൽ ഇന്ദിരയെന്നായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം. പഞ്ഞകാലത്ത് ഇന്ദിരയെന്നാൽ പ്രിയങ്ക ഗാന്ധി എന്ന് പ്രതിഫലിപ്പിക്കാനാണ് കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുക. R. രാധാകൃഷ്ണൻ, ഇൻ റിപ്പോർട്ടർ, ഡൽഹി.